ഇത് നമ്മൾ കുട്ടികളും മക്കളും എല്ലാവരും വാരിയെടുത്തിട്ട് നമ്മൾ പുറത്ത് പോവാട്ടോ. അതായത് നമ്മൾ പുത്തൻതാണി ഹലാമാളിക്കാട്ടോ നമ്മൾ പോകണത്. അപ്പോൾ ഇതാണ് എൻ്റെ തക്കുടൂനെ നിലത്തിറക്കിയാൽ ഇതാണ് അവസ്ഥ. ഓടിക്കളിക്കും. എനിക്ക് പേടിയായിരുന്നു. പിന്നെ ആദ്യം തന്നെ സെൽഫി, അത് സ്റ്റാറ്റസ് ഇടണം, സ്റ്റോറി ഇടണം, അത് മുഖ്യമാണ്. അങ്ങനെ നമ്മൾ വരവൊക്കെ അടിപൊളിയായിരുന്നു. ഓട്ടോയിലിട്ട് വന്ന് കുത്തിത്തിരക്കി ഞങ്ങളെല്ലാവരും അടിപൊളിയായിട്ട് വന്ന്. അങ്ങനെ നമ്മൾ ഹലാമാളിലാട്ടോ വന്നത്. ഒന്നും മേടിക്കാനില്ല, എന്നാലും ശരി ഒന്ന് കറക്കം അത് മുഖ്യമാണ്. എല്ലാം ഒന്ന് എടുത്തു നോക്കും, റേറ്റ് നോക്കും, ഡേറ്റ് നോക്കും, വെറുതെ ഒരു രസം, അത്രേ ഉള്ളൂ. പിന്നെ എനിക്ക് 1-2 സാധനങ്ങൾ മേടിക്കാണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഒമാനിൽ പോകുമ്പോൾ എനിക്ക് 2-3 സാധനങ്ങൾ മേടിക്കാണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ നോക്കി. എന്നാലും വെറുതെ ആദ്യം കറക്കം. പിന്നെ അവിടുത്തെ ട്രോളി ഇനി വാച്ച്മാൻ ചീത്ത പറയാനില്ല. വാച്ച്മാൻ 2-3 വട്ടം ഇവർ വാണിങ് ചെയ്തിരിക്കുന്നത്. കാരണം ഇവർ അങ്ങോട്ട് ഇങ്ങോട്ട് അതന്നെ പരിപാടി. കാരണം മക്കളെ സന്തോഷമാണ് നമ്മൾ ഈ സന്തോഷം, അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ മന്തി റൈസ് നോക്കി. മന്തി റൈസ് അവിടെ എനിക്ക് തോന്നുന്നു ഒമാനിലൊക്കെ എനിക്ക് അറബിക് മസാല സംഭവം കിട്ടും. പക്ഷേ മന്തി മസാല ഞാൻ ഇതുവരെ അവിടെ പോയിട്ട് ലുലു മാൾ മാർക്കറ്റിലൊന്നും ഞാൻ മന്തി മസാല ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. പക്ഷെ ഞാൻ ഒരു വട്ടം ഉണ്ടാക്കി. പക്ഷേ എനിക്ക് നമ്മൾ നാട്ടിൽ വന്നിട്ട് ഉണ്ടാക്കുന്ന ആ ഒരു മെന കിട്ടിയില്ല. അപ്പം ഞാൻ അത് മേടിച്ച്, പിന്നെ ഞാൻ മന്തിൻ്റെ കിറ്റ് ഒരു 3 എണ്ണം മേടിച്ചിട്ട് കൊണ്ടുപോകാൻ. പിന്നെ പപ്പടം ഇല്ലാണ്ട് എൻ്റെ മോൾക്ക് ചോറ് ഇറങ്ങത്തില്ല. അതുപോലെയാണ് എൻ്റെ അനുഭവം. അപ്പം പപ്പടം ഒരു 2 പാക്കറ്റ് മേടിച്ച്, പിന്നെ വെറുതെ ഇങ്ങനെ അത് നോക്കി. പിന്നെ ഇത് ചക്ക വരട്ടിയാട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പക്ഷെ അവിടെ നോക്കിയപ്പോൾ ആദ്യമായിട്ട് ഒരു പീസേ ഉള്ളൂ. ആ ഒരു പീസ് ഞാൻ എടുത്ത്. പിന്നെ നമ്മൾ കുട്ടികൾ കളിക്കുന്ന സെക്ഷനിലേക്ക് പോയിട്ട് ഇവിടെ വന്നാൽ എന്താ ലാഭം എന്ന് വെച്ചാൽ, നമ്മൾ ഈ കുട്ടികൾ കളിക്കുന്ന ഇതിലൊന്നും റേറ്റ് ഇല്ല. നമുക്ക് എത്ര നേരം വേണമെങ്കിലും കളിക്കാം. അതായത് എത്ര നേരം എന്നില്ല, നമ്മൾ മാളടക്കോളം കളിക്കാം. പിന്നെ ചിലതിലൊക്കെ പൈസ ഉണ്ട്. പക്ഷേ ഈ കുട്ടികൾ ഇവരൊക്കെ ഈ കളിക്കുന്ന ഈ വണ്ടി സംഭവത്തിലൊന്നും പൈസ ഇല്ല. അപ്പോൾ അത് നമുക്ക് ഒരു 1.5-2 മണിക്കൂറോളം ഇവരിതിൽ കയറി കളിച്ചിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ ഓർക്ക് നല്ല സന്തോഷമായി, നമുക്ക് അതിലേറെ സന്തോഷമായി. കാരണം എപ്പോഴൊന്നും നമ്മളിങ്ങനെ പുറത്തിറങ്ങത്തില്ല മക്കളെയും കൂട്ടി. അങ്ങനെ ഒരുപാട് നേരം അവർ കളിച്ചു. നമ്മളത് കുറേ വീഡിയോസ് എടുത്തു, ഫോട്ടോസൊക്കെ എടുത്ത് മനസ്സ് നിറഞ്ഞു. പിന്നെ നമ്മൾ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വിളി വന്നു, വിശപ്പിൻ്റെ വിളി വന്നപ്പോൾ എന്തെങ്കിലും കഴിച്ചാലോ ലൈറ്റായിട്ട് വിചാരിച്ചത് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ്. അപ്പോൾ എന്താ ഓർഡറാക്കുക എന്നുള്ള ബേജാറായി. പിന്നെ നമ്മൾ ഷവർമയും ലൈമൊക്കെ ഓർഡറാക്കി. അതിനുള്ള കാത്തിരിപ്പാട്ടോ. അങ്ങനെ ഇവിടെ വന്നിട്ട് എന്തായാലും മക്കൾക്ക് ഒരുപാട് സന്തോഷമായി. ഇത് നമ്മൾ ക്യാമറമാൻ ആട്ടോ. നമ്മൾ 1.5-2 മണിക്കൂറിന് വാടക എടുത്തതാണ്. ആർക്കും തരൂല, ചോദിച്ചു തരണ്ട. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഒരുപാട് സന്തോഷമായി. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ, സബ്സ്ക്രൈബ് ചെയ്യണം. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് അതിൻ്റെ കൂടെ നമ്മൾ ക്യാമറമാനെ ഇതും കൂടെ ഓർഡറാക്കി. ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയിട്ട് സത്യത്തിൽ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് സമാധാനത്തോടെ നമ്മൾ വീട്ടിലേക്ക് പോയിട്ടാ. ഓക്കെ, ബൈ.